ഹായ്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിരിക്കണം. അപ്പോൾ ആ ചക്ക കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചക്ക വരട്ടി ഉണ്ടാക്കാം. എന്താ കുറച്ചുള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ചെറുതാക്കി അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞിക്കണേ. അപ്പോൾ ഇത് ചെറുതാക്കി അരിയേ കുക്കറിൽ ഇടേ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുക്കറിലൊന്നും ഇട്ടണില്ലേ. അപ്പോൾ എന്ത് ചെയ്തണ്, ഞാൻ എന്താ ഒരു ഫ്രൈ പാനിൽ ചക്കയിലിട്ട് അതിൽ ലേശം ശർക്കര പാനിയും കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ആണ് ശർക്കര എടുത്തിട്ടുള്ളത്. അതായത് 2 കട്ട ശർക്കര ആണ് എടുത്തത് കേട്ടോ. അത് കുറച്ച് ചക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ശർക്കര എടുത്തിട്ടോ. അത് ഉരുക്കിക്കാണ്ട് ഇതിൽ പറഞ്ഞ് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ അത് വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. നമ്മൾ കുക്കറിലിട്ടാൽ വേഗം ചക്ക വേവും. പക്ഷേ ഞാൻ ഇങ്ങനെ കേട്ടോ വേവിച്ചെടുക്കണത്. പക്ഷേ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നിൽക്കണം എന്നുള്ളൂ. കുറച്ച് പണി എടുക്കാണ്ട്, നമുക്ക് സിമ്പിളായിട്ട് നടക്കില്ല. അപ്പോൾ അതാ വെന്ത് തുടങ്ങുമ്പോൾ കുറച്ച് ഏലക്കായ് പൊടിച്ചത് കേട്ടോ. ഏലക്കായ് പൊടിയാണ് ഞാൻ ഇട്ടെടുത്തത്. ഇങ്ങോട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊണ്ടുപോയി. ഇത് നെയ്യ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെയ്യ് കട്ടായതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് നമ്മളിങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കണേ. എന്നാലും ഇതിങ്ങനെ നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ വേറിട്ടാണ്ടോ വേർത്ത് വരാൻ തുടങ്ങിയിരിക്കണം ഇതിൻ്റെത്. പിന്നെ ഞാൻ നെയ്യ് ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തുക്കണേ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഏകദേശം റെഡിയായി വരുന്നേ. എന്താ വന്ന് തുടങ്ങിയേ, നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വന്നിക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കട്ടത്. സംഭവം ഇത്രയും ടേസ്റ്റാണെന്ന് അറിയില്ല. ഇനിയാ ഇത് ഉണ്ടാക്കി വെക്കാനൊന്നും എനിക്കില്ല. ഇനി അന്നേരം തന്നെ തിന്നാനുള്ളൂ ഇനി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുകയും വേഗം ഉണ്ടാക്കി കഴിക്കും കേട്ടോ. കുറച്ച് മെനക്കെട്ടാലും നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ.